عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുവിൻ. ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവ രണ്ടിൽ നിന്നുമായി പെരുത്ത് സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് പരത്തുകയും ചെയ്തവനത്രേ അവൻ. ഏതൊരുവനെ സാക്ഷിയാക്കിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്, ആ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. കുടുംബബന്ധങ്ങൾ തകരുന്നത് സൂക്ഷിക്കുവിൻ. അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നുവെന്ന് കരുതിയിരിക്കുക. അത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹവുമാണ്. കുടുംബമായി ജീവിക്കുക, സ്വന്തം മാതാപിതാക്കൾ തന്റെ കൂടെ ഉണ്ടാവുക, ഇണതുണകൾ സഹായിയായി ഉണ്ടാവുക, മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി സ്വസ്ഥമായ ജീവിതം, സന്തോഷകരമായ ജീവിതം, ആനന്ദകരമായ ജീവിതം, അത് മഹത്തായ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമുക്ക് കൺകുളിർക്കുന്ന, ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു കുടുംബം, തൻ്റെ ഇണയും തുണയും സഹായിയും അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ധൈര്യവും സന്തോഷവും പകർന്നു തരുന്ന ഒരു കുടുംബം കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഏവർക്കും വളരെയധികം മഹത്തായ സന്തോഷകരമായ ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം കനകാല കുടുംബം എന്ന ഏറ്റവും പ്രസക്തമായ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വളരെയധികം പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയിലാണ്. അതിലെ ഈ ഭാഗത്തുള്ള നമ്മുടെ മഹല്ല മസ്ജിദ്, അതുപോലെ തന്നെ പൗരപ്രമുഖരുമായിട്ടുള്ള ഒരു ലീഡേഴ്സിന്റെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. സമൂഹവും ഒക്കെ അധികരിച്ചാണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജോളോക്ക് എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഉണ്ടാക്കിയ ഒരു നിലപാടാണ് ലിബറലിസം. ആ കാലഘട്ടങ്ങളിൽ സാമ്പത്തികപരമായി, രാഷ്ട്രീയപരമായി, സാമൂഹികപരമായുള്ള ചുറ്റുപാടുകളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടും അതിനനുസരിച്ചുള്ള ഈക്വാലിറ്റിയും ലിബർട്ടിയും ഒക്കെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഒക്കെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ലിബറലിസം
സാമ്പത്തികതയുടെയും സാമൂഹികതയുടെയും ഒക്കെ അപ്പുറത്ത് മനുഷ്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസത്തിന്റെ ലൈംഗികതയുടെ ഒക്കെ മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആരാണ് മുകളിൽ ആരാണ് താഴെ എന്ന ചിന്താഗതി വെച്ചു പുലർത്തിക്കൊണ്ട് എല്ലാം തുല്യരാണ് എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളിൽ നിന്ന് താഴെയല്ല എന്ന് പറയുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായി ഉണ്ടായ ഒരു ആധിക്യത്തിന്റെ ഭാഗമായി ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ മാതാവിന്റെ കൂടെ രണ്ടാളുകളും ഒരുമിച്ച് ജീവിക്കുന്നേയില്ല. ഒന്നുകിൽ പിതാവിന്റെ കൂടെ അല്ലെങ്കിൽ മാതാവിന്റെ കൂടെ ജീവിക്കുകയും ഒരൊറ്റപ്പെട്ട ജീവിതവുമായി കടന്നു പോകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് ആ സമൂഹം അതപ്പതിക്കുകയും ചെയ്യും. അത് പിന്നീട് ലൈംഗികതയുടെ വലിയ അതിപ്രസരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വലിയ ചർച്ചകളും വലിയ പ്രയാസങ്ങളും ഫെമിനിസത്തിന്റെയും പിന്നെ പോസ്റ്റ് ഫെമിനിസത്തിന്റെയും ഒക്കെ മോഡലിലേക്ക് ഒരു വല്ലാത്ത അപജയത്തിന്റെ തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന രീതി കാണാൻ സാധിക്കണം. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ അവിടെ എത്രമാത്രം പ്രായോഗികമായ ഒരു മനുഷ്യനെ ആശ്രയിക്കാൻ പറ്റുന്ന ഭഗവാൻ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും ഏക പ്രമുഖമായ ഘടകം ഭാര്യയാണ്. ഇത് വളരെ വ്യക്തമായും ആ ഒരു തലത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലിബറലിസവും അതുപോലെ തന്നെ ഫെമിനിസവും മറ്റെല്ലാ തലവും ഒന്നിച്ച് ഈ നാടിനെ ഇങ്ങനെ കാത്തു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിലും സൂചിപ്പിച്ചു. ബഹുമാനായ ഷിഹാബ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകും. കാമ്പസുകളിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന അരോചകമായ നിലപാടുകൾ എത്രമാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. കാമ്പസുകളിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയപരമായി അവരുടേതായ ആശയങ്ങളുടെ പ്രചരണത്തിന് അല്ലെങ്കിൽ എതിർ പ്രചരണത്തിന് സാധിക്കാത്തത് കൊണ്ട് ലൈംഗികതയാണ് വലിയൊരു വിഷയമെന്ന ഒരു കാര്യത്തിലേക്ക് കുട്ടികളുടെ ചിന്തയെ കൊണ്ടുപോയിക്കൊണ്ട് അതിലേക്ക് കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് ആ രൂപത്തിൽ കുട്ടികളെ ഒപ്പം നിർത്തുന്നതിന് ആവശ്യമായ ഒരു ശ്രമം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോടുകൂടി ചില രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്നു എന്ന വേദനാജനകമായ ഒരു സന്ദർഭം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. മാർക്സിസവും ലിബറലിസവും എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. മാർക്സിസം കൃത്യമായും ഒരു കുടുംബ ബന്ധത്തിന്റെ തലത്തിലൂടെയാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പോയത്. റഹീം എന്ന പ്രതിഭാഷ ഉപയോഗിച്ച് ഇതിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുടുംബവും കുടുംബാന്തരീക്ഷവും തകരാറിലാവുന്ന വെല്ലുവിളി എല്ലാ മഹലുകളും അഭിമുഖീകരിക്കുന്നു. ഇതൊരു മഹൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം, പക്ഷെ അത് അഭിമുഖീകരിക്കാത്തൊരു മഹലും കേരളത്തിലില്ല. അപ്പൊ അത് എന്തുകൊണ്ട് സാധിക്കുന്നു ചോദിച്ചാൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ ഏറ്റവും പ്രമുഖനായ ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകളുടെ ഒരു കേസ് ഒരു പ്രണയ വിവാഹമാണ്. അന്യമതസ്ഥരായ ഒരാളേറ്റവും പ്രണയ വിവാഹമാണ്. അപ്പൊ ഈ വിഷയം തുടങ്ങിയപ്പോ ആളുകള് പണ്ഡിതനാണ്, ഉസ്താദാണ്, അപ്പൊ അദ്ദേഹത്തോട് വളരെ നേരത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് മകള് പോകുന്നത്, ശരിയല്ല. രക്ഷിതാവും തന്നിൽ അദ്ദേഹം അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത്, എന്റെ മകൾ പർദ്ദ ധരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ക്യാമ്പസിലേക്ക് പോകാറുള്ളത്. ആളുകൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ മകളാണ്, ജീൻസ് ടോപ്പാണ്. ഇപ്പൊ പർദ്ദ ധരിച്ചു പോകുന്ന ആൾക്ക് പർദ്ദ അഴിച്ചു വെക്കാനുള്ള ഷെൽഫുകൾ ക്യാമ്പസുകളിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിലുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളത്. അപ്പൊ ജീവിതത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളുടെ അഭിമാനം, അവർക്ക് ഇസ്ലാമിലുള്ള ആത്മവിശ്വാസം, ഇതൊക്കെ കുറക്കുന്നതിന് ആസൂത്രിതമായുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതൊരു ഭാഗത്തുള്ളൂ. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടനിലെ ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജെ.എച്ച്. ലോറൻസ് 1930 അദ്ദേഹം ബ്രിട്ടനിലൊരു കൃതി പുറത്തിറക്കി. ആ കൃതിയിൽ അദ്ദേഹം പറയുന്നത്, ഉമ്മയും മകനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. രണ്ടും ആണും പെണ്ണാണ്, ബന്ധങ്ങളൊന്നും ഒരു വിഷയമില്ല. വാപ്പാക്ക് മകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം.
ആംഗള പെങ്ങള് ലൈംഗിക ബന്ധത്തിലാണ്. ഈ പുസ്തകം പുറത്തിറക്കിയപ്പോ ജെ.എച്ച്. ലോറൻസിനെ ബ്രിട്ടനിൽ പുറത്താക്കി, പുസ്തകം നിരോധിച്ചു. ആ പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കി ഗവൺമെന്റ്. ഇവിടെ 40 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്താണോ ജെ.എച്ച്. ലോറൻസ് ഈ പുസ്തകത്തിൽ പറഞ്ഞത് അത് ബ്രിട്ടനിൽ നടപ്പിലായി തുടങ്ങി. കഴിഞ്ഞ വർഷമാണ് ഫ്രാൻസ് ഇൻസെസ്റ്റ് നിരോധിച്ചത്. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള വിവാഹം നിയമവിധേയമായ രാജ്യമാണ് ഫ്രാൻസ്. അത് നിരോധിക്കുകയാണ് ചെയ്തത്. സ്വവർഗ ലൈംഗികരുടെ വിവാഹം റഷ്യ നിരോധിക്കുകയാണ് ചെയ്തത്. റൊണാൾഡോ എന്ന് പറഞ്ഞില്ലേ, അതൊരു ഭ്രാന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ആ പരിപാടി LGBTQ+ എന്നൊക്കെ പറയുന്ന ഒരു ഭ്രാന്തൻ ആശയമാണ്. അതിനെ ചികിത്സിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ജപ്പാൻ വിവാഹം കഴിക്കാം, കുട്ടികൾ വേണ്ട എന്നാണ് ജപ്പാൻ പറഞ്ഞത്. അതുകൊണ്ടെന്തായി വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജപ്പാൻ അരച്ചുപോയി, ചെറുപ്പക്കാരില്. അപ്പൊ ജപ്പാൻ കഴിഞ്ഞ മാസമാണ് ഗവൺമെന്റ് ഓർഡർ വന്നത് 7 ദിവസത്തിൽ 3 ദിവസം ഹോളിഡേ പ്രഖ്യാപിക്കാൻ. 4 ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കി 3 ദിവസം കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കണം. അതില് 1 ദിവസം ഫോൺ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. അതിന് ഡ്രൈ ഡേ എന്നാണ് പറയുന്നത്. ജർമ്മനി വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ ഫ്ലാറ്റ് ഫ്രീ ആയിട്ടാണ് സർക്കാർ കൊടുക്കുന്നത്. കുട്ടികളുണ്ടായ മാസത്തെ ചെലവും ഫ്രീ ആണ്. കാരണം അവിടെ ചെറുപ്പക്കാരുടെ ജനസംഖ്യയുടെ ഡെമോഗ്രാഫിക്കലായിട്ട് മാർക്കേജ് ഇംബാലൻസ് ജർമ്മനിയിലുണ്ട്. അതുപോലെ തന്നെ ചൈന ജനസംഖ്യ പെരുപ്പം ഉണ്ടായി. ചൈന കുട്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷെ വീണ്ടും ചൈന അവിടെ ഇറക്കി കുട്ടികൾ ധാരാളം ഉണ്ടാവണം. കാരണം ചൈനക്കാരനെ ഇറക്കാൻ തുടങ്ങി, വയസ്സാവാൻ തുടങ്ങി, ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം കുറവ്. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ഈ നമ്മള് പുരോഗമനം, പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞിരുന്ന ആശയങ്ങൾ വലിച്ചെറിയാൻ, അത് ഒഴിവാക്കണം, അത് വേണ്ടെന്ന് പറയും. കാരണം പതിറ്റാണ്ടുകൾ അതിൽ മുങ്ങിത്താഴ്ന്ന ജനത അതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് നമുക്ക് കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നത്.